السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിയാറുകളാകാൻ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റബ്ബും അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ മേൽ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലേ. നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ്? സമ്പത്ത് ആവശ്യമില്ലാത്ത തന്നെ സദഖ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെ. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലൈക്കും ബിസ്സദഖ, അതായത് നിങ്ങളുടെ മേൽ, മുസ്ലിങ്ങളുടെ മേൽ സദഖ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോ സഹാബാക്കൾ ചോദിക്കണം, അതിന് പറ്റിയില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് സാധിച്ചില്ലെങ്കിൽ അധ്വാനിച്ച് സമ്പാദിച്ചു കൊണ്ട് സദഖ കൊടുക്കണം. അപ്പൊ അവർ വീണ്ടും ചോദിക്കണേ, അതിനും പറ്റിയില്ലെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് സമ്പത്ത് ആവശ്യമില്ലാത്ത കുറച്ച് സദഖകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ടേ അല്ലേ? ശരിക്കും ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും സദഖ എന്ന് പറയുന്നതല്ലേ നമ്മളെ മേലെ നിർബന്ധമായ ഒരു ബാധ്യതയായിട്ട് കാണേണ്ടതാണ്. ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം എന്താക്കണം? സദഖ ചെയ്യണം. സദഖയുടെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മാറ്റങ്ങൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും സദഖ എന്ന് പറയുമ്പോൾ രണ്ട് വിധമുണ്ട് അല്ലെ. അതായത് സമ്പത്ത് ആവശ്യമുള്ള സാമ്പത്തികമായ സദഖയുണ്ട്, സമ്പത്ത് ആവശ്യമില്ലാത്ത സദഖയുണ്ട്. സമ്പത്ത് ആവശ്യമില്ലാത്ത സദഖകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ആവശ്യക്കാരനെ സഹായിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ആവശ്യക്കാരനെ സഹായിക്കുക എന്നുള്ളത് എന്താണ്? സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടായിരിക്കുമല്ലോ സഹായങ്ങൾ അത്യാവശ്യമായിട്ട് ഉണ്ടാവുക അല്ലെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സാമ്പത്തികമായ സഹായങ്ങൾ മാത്രല്ല, സാമ്പത്തികമായ സഹായങ്ങളല്ലാതെ തന്നെ ഒരുപാട് സഹായങ്ങൾ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. ചില ആളുകൾക്കുണ്ടല്ലോ, ഒരു വാക്ക് കൊണ്ട് നമ്മളൊന്ന് ആശ്വസിപ്പിച്ചാൽ മതിയാവും. ചിലർക്ക് അവര് പറയുന്നത് നമ്മളൊന്ന് കേട്ട് കൊടുത്താൽ മതിയാകും. ചിലർക്ക് ചിലപ്പോ നമ്മള് ഒന്ന് അവരുടെ കൂടെ ഒന്ന് പോയാൽ മതിയാകും അല്ലെ. നമ്മുടെ ശരീരം കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ. ഇപ്പൊ ഒരു രോഗി, ഒരാൾ ഒരു രോഗിയായിട്ട് പ്രയാസപ്പെടുന്നു. അവർക്ക് സാമ്പത്തികമായ ചികിത്സക്ക് കുറെ ചിലപ്പോൾ പൈസ ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു. ഒരു വലിയ സമ്പത്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താവശ്യമില്ല, അവിടെ പൈസന്റെ യാതൊരു ആവശ്യം ഉണ്ടാവില്ല. പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെ എത്ര വലിയ ഹോസ്പിറ്റലുകളിൽ പോകാനും ചികിത്സിക്കാനും ഒക്കെ ഉള്ള സാമ്പത്തിക ശേഷി അയാൾക്കുണ്ട്. അയാളെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? അവരൊക്കെ വലിയ ആൾക്കാരാണ്, അവരൊന്നും സഹായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല അല്ലെ. എല്ലാരും സഹായത്തിന് ആവശ്യക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നോക്കാം. അതായത് ഇപ്പോ ഈ പറഞ്ഞ സമ്പത്തുള്ള ഒരാള്, അവർക്ക് ശരിക്കും മാനസികമായ ഒരു സപ്പോർട്ട്
വളരെ അത്യാവശ്യം അല്ലെ? ഒരാള് ശാരീരികമായി ഒരു രോഗം അനുഭവിക്കുമ്പോ അയാളുടെ മാനസികമായിട്ടും അയാൾ എന്താകും? ഒരു ദുർബലത അല്ലെ ദൗർബല്യം വരാന് ഒരുപാട് സാധ്യതകൾ ഏറെയാണ്. അപ്പൊ അവർക്ക് നമ്മള് നല്ല അള്ളാഹിനെ കുറിച്ചും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ഒരു രോഗി എന്ന് പറയുമ്പോൾ അവന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഒരു കുഞ്ഞു വേദന സഹിക്കുന്നെങ്കിൽ പോലും അതിൽ റബ്ബ് സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു തരുന്നുണ്ട് എന്നുള്ള ആ രീതിയിലുള്ള ഉപദേശങ്ങള് നല്ല നല്ല ഇവിടെ നമ്മൾ ഇത്രയും കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചാലും അത് റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായാല് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ അതിന് കണക്കില്ലാത്ത പ്രതിഫലം ഉണ്ട് അല്ലെ? ക്ഷമിക്കുന്നവർക്ക് എന്താണ് സ്വർഗമാണ് അല്ലെ? പകരം സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിൽ നമുക്ക് അവരെ എന്തെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാം. ശരിക്കും ഈ ആശ്വാസ വാക്കുകൾ ഉണ്ടല്ലോ, അത് സദഖയാണ്. അള്ളാന്റെ മാർഗത്തില് നമ്മൾ ചെലവഴിക്കുന്ന ഒരു സമ്പത്താണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയില് സൂറത്തുൽ ബഖറ എന്നല്ല, നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരു വിധം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് അവിടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിയാറുകളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മുത്തഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകം സ്വർഗാവകാശികളെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ത്? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്നും ചെലവഴിക്കുന്നവരാണ് അവർ. അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവരാണ് അവർ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ആലോചിക്കുക. ചില ആൾക്കാരോട് ഇങ്ങനെ സദക്കന്റെ സക്കാത്തിന്റെ എല്ലാം കാര്യം പറയുമ്പോ നമ്മളൊന്നും കൊടുക്കേണ്ട ആൾക്കാരല്ല, നമ്മളെല്ലാം വാങ്ങേണ്ട ആൾക്കാരാന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ അടുത്ത് ഒരു സഹോദരി വേറൊരാൾക്ക് വേണ്ടി സംശയം ചോദിക്കാം. അപ്പോ സ്വാഭാവികമായിട്ടും അവരെ കയ്യിൽ സ്വർണ്ണുണ്ട്. പക്ഷെ അവർക്ക് ഭർത്താവ് മരണപ്പെട്ടതാണ്. പിന്നെ ആങ്ങളയില്ല, ഉപ്പയില്ല. അവരെന്തോ ജോലിയൊക്കെ ചെയ്തിട്ടാണ് നോക്കുന്നത്. മക്കളുണ്ട്. അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം അവര് പറയുന്നത് ആ സ്വർണം എനിക്ക് കല്യാണത്തിന്റെ സമയത്ത് മ അങ്ങനെ കൊടുക്കുമല്ലോ. അതിനി എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അതിന് ഇനി സക്കാത്തൊന്നും കൊടുക്കാൻ കഴിയൂല എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം. എന്നുവെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഗൗരവം അറിയുന്നില്ല. അതിനെക്കുറിച്ച് അവർക്ക് അറിവില്ല. അതിന്റെ കാരണത്താലാണ് ഈ ഒരു പിന്നെ സംസാരം അവിടെ വരുന്നത്. സത്യത്തില് നമ്മള് അറിയണം അല്ലെ? ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ടുണ്ടെങ്കില്, ഇതിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കില്, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ല്ലെ? ആര് അള്ളാഹ്ക്ക് കടം കൊടുക്കാനുണ്ടോ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നാ പറഞ്ഞെ. ആര് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നോ ഫഹുവ യുഖ്ലിഫുഹു, അവന് പകരമായി അള്ളാഹു നൽകും എന്നാ പറഞ്ഞെ. എന്തൊന്ന് നമ്മൾ ചെലവഴിച്ചാലും അതിന് അള്ളാഹു താല പകരം തരും. ല്ലെ? ലഇൻ ശകർത്തും ലഅസീദന്നകും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ? ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറഞ്ഞു പോകൂല. ഒരിക്കലും ദാനം ധനത്തെ കുറക്കൂല എന്നാണ് അല്ലെ? അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. എന്നാൽ നമ്മൾ ചെലവാക്കുമ്പോഴോ അത് വർദ്ധിക്കും, വർദ്ധിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. അതായത് നമുക്കിപ്പോ നമ്മളെ കയ്യിലുള്ളത് ഒരു ഇൽമാണെങ്കിൽ നമ്മൾ അതിൽ പിശുക്ക് കാണിക്കണ്ട അല്ലെ? ഇൽമിനെ നമ്മൾ എന്താക്ക, അമലാക്ക, ജീവിതത്തിൽ കൊണ്ടുവരാ, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്ക. സുബ്ഹാനല്ലാഹ്. അത് സദഖയല്ലേ? സദഖത്തുൻ ജാരിയാണ് ല്ലേ? ഒരു ഇൽമിന്റെ വഴിയില് നമ്മള് ഈ ചെലവഴിക്കുന്ന എന്ത് കാര്യമായാലും, സമയമായിക്കോട്ടെ, നമ്മളെ ആരോഗ്യമായിക്കോട്ടെ, നമ്മളെ സമ്പത്തായിക്കോട്ടെ, എന്തും എന്തും അതെല്ലാം എന്താണ്? സുബ്ഹാനല്ലാഹ്. അത് സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ എന്താ? ജാരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന അല്ലെ? ഒഴുകുന്ന എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മളെ ഖബറുകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യം, ഒരു പ്രതിഫലാർഹമായ ഒരു കർമ്മം. സുബ്ഹാനല്ലാഹ്. നമ്മള് പൊതുവെ നമ്മളെ ചിന്തകളും കാഴ്ചപ്പാടും വെച്ചാൽ നമ്മളിങ്ങനെ കുറെ പഠിക്കും, ഒരുപാട് ക്ലാസ്സുകൾക്കും, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും.
ല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും? ഏറെക്കുറെ അങ്ങനൊക്കെ തന്നെ. ചിലര് കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ട് ചെയ്യുന്നുണ്ടാവും ചില കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളെ ജീവിതത്തില് എന്ത് നല്ല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലും ഈ രൂപത്തില് റബ്ബിന് വേണ്ടീട്ട്, അള്ളാഹ്ക്ക് വേണ്ടീട്ട് നമുക്കെന്താ ചെയ്യാൻ കഴിയുന്നെ ഈ കാര്യത്തില്? ചിന്തിക്ക. എല്ലാവർക്കും ഇപ്പൊ ക്ലാസ് എടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ചിലപ്പോ പറ്റിയെന്ന് വരൂല. എന്നാൽ നമുക്ക് ഒരാളോട് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ? ല്ലെ? ഒരാളോട് ശരിക്കും ഏഹ് ഒരു ടാസ്ക് ആയിട്ട് അങ്ങനെ ഒരു കാര്യം കിട്ടിയപ്പോ ഒരുപാട് ആൾക്കാർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയി. ആരോടെങ്കിലും ഒരാളോട് ഇങ്ങള് കേട്ട ഈ അറിഞ്ഞ കാര്യം പറയണംന്ന് പറഞ്ഞിട്ട് അതൊരു ടാസ്ക് ആയിട്ട് കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആൾക്കാര് എന്റെ അടുത്ത് തന്നെ വന്നിട്ട് പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു എന്താ പറയാ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് അത് ജീവിതത്തിൽ പകർത്തി പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പകർന്നു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം ആവശ്യക്കാരന്റെ ആവശ്യം കണ്ടറിഞ്ഞ് നമുക്കൊരു സഹായം എത്തിച്ച്, ഇപ്പൊ നമ്മളെ കയ്യിൽ പൈസയില്ല, വേറൊരാൾക്ക് പൈസക്ക് ആവശ്യമുണ്ട് അല്ലെ? വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ഒരു മിനിറ്റ്. അപ്പം പിന്നെ എന്താ പറഞ്ഞു, സോറി കേട്ടോ. അപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മള് എന്താണ്, ഉള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം ല്ലേ? വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ഉം അപ്പൊ നമ്മള് അങ്ങനെ ആകാൻ പാടില്ല. പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹനം നൽകുന്ന ആളാകണം. മറ്റുള്ളവർക്ക് നമ്മളൊരു പ്രചോദനം കൊടുക്കണം അല്ലെ? വാങ്ങാനും കൊടുക്കാനും എല്ലാം. അതിലൊന്നും നമ്മൾ എന്ത് കാണിക്കേണ്ടതില്ല? ഒരു മടിയും കാണിക്കേണ്ടതില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ ഒരാളോട് നമുക്കൊരു വാക്ക് പറഞ്ഞാല് ആ ഒരു വാക്കുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെങ്കിൽ അതിലെന്തിനാ നമ്മൾ മടിക്കുന്നല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ശാരീരികവും മാനസികവുമായ സപ്പോർട്ട് കൊടുത്തിട്ടെങ്കിലും നമ്മൾ എന്താക്കുക, അവിടെ നമ്മള് സദഖ ചെയ്യുക. ഒന്നുമില്ല, ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാളെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി കൊടുത്താൽ എന്താണ്? അതുപോലെ സദഖയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു സദഖയാണത്. വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നമുക്കൊരു പുഞ്ചിരി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ധാരാളം നന്മകൾ ചെയ്യുക അല്ലെ? കുല്ലു തഹ്മീദിൻ സദഖ, കുല്ലു തക്ബീറിൻ സദഖ, കുല്ലു തഹ്ലീലിൻ സദഖ. നമ്മളെ എന്തോന്ന് നന്മ ചെയ്യുന്നു അതൊക്കെ എന്താണ്? സദഖയാണ്. അംറും ബിൽ മഅറൂഫി സദഖ. നന്മ കൽപ്പിക്കല് സദഖയാണ്. വനഹ്യും അനിൽ മുൻകർ. തിന്മ വിരോധിക്കല് സദഖയാണ്. നന്മ ധാരാളം ചെയ്യട്ടെ, ഇനി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ. ഇതെല്ലാം എന്താണ്? ഇതൊക്കെ സദഖയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ തുലാസില് ധനം തൂങ്ങുന്ന അമലുകളാക്കി നമ്മൾക്ക് മാറ്റാൻ സാധിക്കും, നമ്മളെ മനസ്സിൽ നിയത്തുണ്ടെങ്കിൽ. നമ്മളെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്. കൻസും മിൻ കുനൂസിൽ ജന്നയാണ്, സ്വർഗത്തിലെ നിധിയാണ് അല്ലെ? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവും ഇല്ല. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പം പിന്നെ ഈ സ്വതക്ക നിങ്ങളെ മേൽ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് പറ്റില്ലെങ്കിലോ? അപ്പോ പിന്നെ അധ്വാനിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അവിടെ അതിന്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാചന ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അല്ലെ? അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉള്ളൂ. യാചനയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഒരാളോടും ചോദിക്കൂല സത്യത്തിൽ. നമ്മള് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ യാചിച്ചൊരു ശീലം വന്ന് അവനിലേക്ക് ദാരിദ്ര്യം അല്ലാഹു തആല കൊണ്ട് നിറക്കുന്നാ പറഞ്ഞത്. ദാരിദ്ര്യത്തിന്റെ വാതിലുകളാണ് അവന് തുറക്കുക. നമ്മൾ മുട്ടേണ്ടത് എവിടെയാന്ന്?
റബ്ബിന്റെ വാതിലിലാണ് അല്ലേ? റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മുട്ടിയാൽ അത് തുറക്കും, ഉറപ്പായിട്ടും തുറക്കും. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു എന്താണ്? ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. പക്ഷെ പലപ്പോഴും എന്താന്ന് വെച്ചാല് ആ ഒരു യഖീനിലേക്ക് മനുഷ്യന്മാർ എത്തുന്നില്ല എന്നുള്ളതാണ്. ല്ലേ? ശരിക്കും നമ്മളെ വിശ്വാസം, ആ യഖീൻ നമുക്ക് കംപ്ലീറ്റ് ആകണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇൽമുൽ യഖീൻ ഉണ്ടാകണം, ഐനുൽ യഖീൻ ഉണ്ടാകണം, ഹഖ്ഖുൽ യഖീൻ ഉണ്ടാകണം. ഈ ഹഖ്ഖുൽ യഖീൻ എന്ന് പറയുന്നത് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മള് മരിച്ചു കഴിഞ്ഞിട്ട് മരണാനന്തരം വിചാരണ കഴിഞ്ഞ് ആ സ്വർഗപ്രവേശനം സാധ്യമാകുമ്പോഴാണ് എന്താകുന്നത്? ഹഖ്ഖുൽ യഖീനിലേക്ക് നമ്മൾ എത്തുന്നത്. ല്ലേ? ആ ഹഖ്ഖുൽ യഖീനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താകണം? നമുക്ക് ആ ഇൽമുൽ യഖീൻ ഉണ്ടാകണം. ഐനുൽ യഖീൻ ഉണ്ടാകണം. അത് നമ്മളെ ഈ ഇൽമ് എന്നുള്ളത് അമലിലേക്ക് നമ്മള് കൊണ്ടുവരണം. നല്ലപോലെ കൊണ്ടുവരണം. ചെലവഴിക്കുന്ന വിഷയത്തില് നമ്മൾ ഒരു തരത്തിലും പിശുക്ക് കാണിക്കാൻ പാടില്ല. കാരണം പിശുക്ക് എന്നുള്ളത് എന്താണ്? അത് നരകത്തിൽ നിന്നുള്ള ഒരു ചെടിയുടെ വേരുകളാണെന്നാ പറയുന്നത്. അതില് നമ്മള് പിടിക്കേണ്ട. നമ്മള് സദക്കയാകുന്ന ചില്ലകളിലേക്ക് പിടിക്കുക. സ്വർഗത്തിൽ നിന്നുള്ള ശാഖകളിലേക്ക് പിടിക്കുക. തീർച്ചയായും നമ്മൾ അതിലേക്ക് പിടിച്ചാല് നമ്മൾ എത്തുന്നത് സ്വർഗത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ അധ്വാനിച്ച് സമ്പാദിച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ അബൂദർ റളിയല്ലാഹു ഉദ്ധരിക്കട്ടെ ഒരു ഹദീസിൽ പറയാണ്, സാധുക്കളായ സഹാബാക്കൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സങ്കടം പറഞ്ഞു. ല്ലേ? എന്താ? പണക്കാരായ ആളുകളൊക്കെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് അവര് അവരെ എല്ലാ പ്രതിഫലങ്ങളും കൊണ്ടുപോയി. നമ്മള് നിസ്കരിക്കുന്ന പോലെ അവരും നിസ്കരിക്കുന്നു. നമ്മള് നോമ്പെടുക്കുന്ന പോലെ അവരും നോമ്പെടുക്കുന്നു. പക്ഷെ അവര് സാമ്പത്തികമായി സദഖകൾ നൽകുന്ന പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ അല്ലെ, അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രയാസാന്നല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതാണ് എന്ത്? എല്ലാ തസ്ബീഹുകളും, എല്ലാ തക്ബീറുകളും, എല്ലാ തഹ്മീദുകളും, എല്ലാ തഹ്ലീലുകളും എന്താണ്? സ്വതക്കയാണ് എന്നുള്ളത്. അപ്പൊ ധാരാളമായി നമ്മൾ എന്താക്കുക? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അല്ലെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ഇതെല്ലാം ധാരാളമായിട്ട് അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അതുപോലെ നന്മ കൽപ്പിക്കുക. ശരിക്കും ഇന്ന് സമൂഹം നാശത്തിലേക്ക് നാശത്തിന്റെ വക്കിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള ആ ഒരു ഇത് ഇല്ലാത്തതാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ല്ലേ? ഇന്ന് നമുക്ക് ആരോടൊന്നും ഒരു ഉപദേശം പിന്നെ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഒരു നല്ലൊരു ഉപദേശം ഒരാളോട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ല്ലേ? ഒരു തെറ്റ് ചെയ്യുന്ന കാണുമ്പോ നമ്മളത് ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ എതിർക്കുമ്പോ കൂടുതൽ എതിർപ്പുകൾ നമ്മളെ നേർക്ക് വരും ല്ലേ? അങ്ങനെയൊന്നും പാടില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഉപദേശം പറയുകയോ അല്ലെങ്കിൽ നമ്മൾ അത്തരം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ചെയ്യുമ്പോൾ സമൂഹം ഒന്നാകെ നമുക്കെതിരെ തിരിയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ അല്ലെ? അപ്പൊ ആളുകൾ വിചാരിക്കും മതി, ഒന്നും പറയണ്ട. നഷ്ടാണ്. നമുക്കും സമൂഹത്തിനും ഒക്കെ നഷ്ടം തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന്റെ മേലെ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമിയാണ്. ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തണത് സദഖയും കൂടിയാണ്. അതുപോലെ നമ്മൾ വിചാരിക്കണ്ട ല്ലേ? ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചതാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഒരു ഭാര്യ അല്ലെ ഭർത്താവ് ഭാര്യയുമായിട്ട് പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലും സ്വതക്കയാണെന്നാ പറയുന്നത്. അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ്.
ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഇത് കേട്ടപ്പോ സഹാബാക്കൾക്ക് ഭയങ്കര ആശ്ചര്യം. ഒരാൾ തന്റെ ഇച്ഛ പൂർത്തീകരിക്കാൻ ഭാര്യയെ സമീപിക്കുന്നത് സ്വതക്കയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. കാരണം അതേ കാര്യം അന്യ സ്ത്രീയുമായി ചെയ്യുമ്പോൾ അതെന്താണ്? അത് ഹറാമാണ് അല്ലേ? അത് കുറ്റമാണ്, തെറ്റാണ്, നിഷിദ്ധമാക്കിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ ഹലാലായതിലൂടെ ചെയ്യുമ്പോ അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ട കാര്യം? ഹറാമായ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും അതേ പോലെയുള്ള ഹലാലായ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ എന്താണ്? സദഖയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെ? അള്ളാന്റെ മാർഗത്തില് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ അല്ല ഭർത്താവ് ഇല്ലേ തമ്മില് ആ ഒരു ഇതുപോലും സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലാർഹമായ ഒരു കർമ്മമാണെന്ന് നമ്മൾ അറിയുമ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കോ. ഓരോരോരോരോരോ കാര്യങ്ങൾ നമ്മളെ ലൈഫ്, ഡെയിലി ലൈഫിലെ നമ്മൾ രാവിലെ ഉറക്കം ഉണർന്ന മുതല് രാത്രി വിരിപ്പിലേക്ക് ചെന്നെത്തുന്ന ആ സമയത്ത് അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒരുപാട് നമുക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് സദഖകൾ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ശരീരത്തില് 360 ചില്ലാനം സന്ധികളുണ്ട്. അതിന് ഓരോന്നിനും സദഖ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പോ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കുന്നത് അത് എങ്ങനെ സാധ്യമാകും? അതിനൊക്കെ പകരം നിൽക്കുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? നമ്മളെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും സുബ്ഹാനല്ലാഹ് 360 പരം എന്ന് പറഞ്ഞു, അതിൽ കൂടുതലുണ്ട്. ഒരു ദിവസം അത്രയും സദഖ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയൂലേ? ഓരോ അവയവത്തിനും ഓരോ സദഖ സദഖ അങ്ങനെ ഒരു ദിവസം ഇത്ര കുറെ സദഖ നമുക്ക് ചെയ്യാൻ കഴിയോ? നമ്മളൊരു മനുഷ്യനല്ലേ അല്ലെ? കേവലം ഒന്നോ രണ്ടോ മൂന്നോ സദഖകൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇത്രയും അധികം സദഖകൾ എങ്ങനെ അല്ലെ നമുക്ക് സാധിക്കുക? എല്ലാ ദിവസവും തന്നെ നമുക്ക് സദഖ ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നില്ല അല്ലെ? അങ്ങനെയല്ലേ? ശരിക്കും ചിന്തിച്ചു നോക്കിയാട്ടെ. എല്ലാ ദിവസവും സദഖ ചെയ്യാ എന്ന് പറയുമ്പോ അത് എത്ര പുണ്യമുള്ള കാര്യാന്നല്ലേ? എന്നാ ഒരു ദിവസം തന്നെ ഇത്രയധികം ചെയ്യണമെങ്കിൽ അതിന് നല്ല എഫേർട്ട് വേണം അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഒന്നും എടുക്കണ്ട. നിങ്ങൾ 2 റക്അത്ത് ദുഹാ നിസ്കാരം അത് പതിവാക്കിയാൽ മതി. ല്ലേ? ഈ ഒരു സദഖ അത്രയും ചെയ്ത പ്രതിഫലാണ്. സുബ്ഹാനല്ലാഹ്. കേവലം 2 റക്അത്ത് സുന്നത്തായിട്ടുള്ള ദുഹാ നമസ്കാരം. യാന്ത്രികമായിട്ട് പലരും ചെയ്യുന്നുണ്ടാവും. ഇത്രയും പ്രതിഫലണ്ട് എന്ന് അറിയുണ്ടാവും. പക്ഷെ ഒന്നും ഓർക്കുന്നുണ്ടാവില്ല ചിലപ്പോ അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരോരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് റബ്ബിന്റെ ആ തൃപ്തി ല്ലേ? ഇഖ്ലാസോടുകൂടി നല്ല നിയത്തോടുകൂടി ചെയ്യാൻ എല്ലാരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. സമ്പത്ത് ആവശ്യമില്ലാത്ത സദഖകളെ ഒരു ലിസ്റ്റ് ഞാനൊന്നിങ്ങനെ പറയാം. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പോയിന്റ് നോട്ട് ചെയ്തിനോന്ന് അറിയില്ല. അതായത് ഒരു ആവശ്യക്കാരനെ സഹായിക്കുക എന്നുള്ളത് അത് ശാരീരികമായും മാനസികമായുമുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. പിന്നെ ഒരുപാട് നന്മ ചെയ്യുക, തിന്മയിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത്. പിന്നെ തസ്ബീഹ്, തക്ബീർ, തഹ്മീദ്, തഹ്ലീല്. ഉം പിന്നെ അംറും ബിൽ മഅറൂഫ് വനഹയും അനിൽ മുൻകർ. പിന്നെ പറഞ്ഞത് ഭാര്യയുമായുള്ള ആ ബന്ധ പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഉം ഇനി പറയാൻ പോകുന്നത് 10ാമത്തെ കാര്യമാണ്. 9 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 10ാമത്തെ കാര്യം എന്താ പറയുന്നറിയോ? രണ്ടാളുകൾക്കിടയിൽ നീതിപൂർവം രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത്. രണ്ടാളുകൾ തമ്മിൽ പ്രശ്നത്തിലാണ് നമ്മൾ അറിയുന്നു വിചാരിച്ചോ. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇടപെട്ടാൽ അത് സോൾവ് ആക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മൾ ഇടപെടണം.
നമ്മൾ ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ആരും ആരുടെ കാര്യത്തിനും ഇടപെടില്ല അല്ലെ? അത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി നമ്മൾ അതിൽ പോയി തലയിടാൻ നിൽക്കണ്ട. കാരണം ഇട്ട ആള് പെട്ടു ല്ലേ? ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാല് നമ്മൾ അതിൽ പെട്ടുപോയി. കുടുങ്ങും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളങ്ങനെ മാറി നിൽക്കേണ്ടവരല്ല. നമ്മളെ അറിവില് ഇങ്ങനെ ആരെങ്കിലും രണ്ടാൾക്കാര് ഇങ്ങനെ ആയിട്ട് നിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കണം? അവർക്കിടയില് സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ശ്രമിക്കണം. നന്മ ഉണ്ടാക്കാൻ അവർക്കിടയില് നല്ലതായ അവസ്ഥയിലേക്ക് വരാൻ. അല്ലാതെ കൂടുതൽ ഇല്ലേ വിഷം ചീറ്റി എന്താ പറയാ എരിതീയിൽ എണ്ണ ഒഴിക്കുന്നെന്ന് പറഞ്ഞ പോലെ കത്തിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്ന് അത് ധാരാളം നടക്കുന്നുണ്ട് ല്ലേ? ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും ഉണ്ട്ന്ന് കണ്ടാല് അവിടെ ചെന്നിട്ട് ചുഴ്ന്നന്വേഷിച്ച് എന്നിട്ട് പിന്നെ അവിടെ എന്തെങ്കിലും എന്തൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ ഒഴിച്ചു കൊടുത്ത് ഭൂകമ്പം ഉണ്ടാക്കും. എൻ കത്തിക്കല് മാത്രല്ല ല്ലേ? പൊട്ടിത്തെറിയാന്ന് ഉണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. കാരണം അതെല്ലാം ഭയങ്കര വലിയ തെറ്റാണ് ല്ലേ? വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. കൊലയേക്കാളും വലിയ അക്രമമാണെന്ത്? ഫിത്ന. ഫിത്ന പരപ്പിക്ക, ഫിത്ന വ്യാപിപ്പിക്ക. സുബ്ഹാനല്ലാഹ്. അത്രയും വലിയ തെറ്റാണ്. നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഗീബത്ത്, നമീമത്ത് ഭയങ്കരം തെറ്റാണ്. നഷ്ടം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒന്നൊന്നര നഷ്ടാണ്. ഇപ്പം നല്ലത് പറഞ്ഞാൽ നമുക്കത് സ്വതക്കയായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടെങ്കില് നമ്മളെ അക്കൗണ്ട് കാലിയാകുന്ന കാര്യമാണ് എന്ത്? ഗീബത്തും നമീമത്തും. നമ്മളറിയാതെ നമ്മളെ അക്കൗണ്ട് കാലിയാകും. കാലിയാകുന്ന മാത്രല്ല, കാലിയാകുന്നതിനേക്കാളും വലിയ ദുരന്തം എന്താ അറിയോ? അവിടെ മറ്റുള്ളവരുടെ തിന്മകളും നിറയും. സുബ്ഹാനല്ലാഹ്. നഷ്ടം, നഷ്ടം, നഷ്ടത്തിന്റെ മേലെ നഷ്ടം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ രണ്ടാളുകൾക്കിടയിൽ നീതിപൂർവം രഞ്ജിപ്പെട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. പിന്നെ പറയുന്നത് എന്താ അറിയോ? ഒരാള് വാഹനത്തിൽ കയറാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന വിചാരിക്കാം. അയാളെ സഹായിക്കുക. ആരാളെ സഹായിക്കാന്നുള്ളത് നമ്മൾ എല്ലാ നിലക്കും പറഞ്ഞു. ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണേ. സുബ്ഹാനല്ലാഹ്. അല്ല ഇന്നത്തെ കാലത്ത് ആരെ വാഹനത്തിൽ കയറാന് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊന്നും ആർക്കും കയറാനൊന്നും ഇല്ലല്ലോ ല്ലേ? കാറ്, ഓട്ടോ ല്ലേ? ബസ്, ട്രെയിൻ, ഫ്ലൈറ്റ്. പക്ഷെ എവിടെ ആയാലും ല്ലേ നമ്മളെ ആവശ്യക്കാരായിട്ട് ഉണ്ടാകും. അപ്പൊ നമ്മളത് തിരിഞ്ഞു നോക്കാതെ പോകരുത്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല ല്ലേ? ഒരുസം എന്റെ ജ്യേഷ്ഠത്തി എന്നോട് പറഞ്ഞൊരു അനുഭവം ഉണ്ടായിനെ. അതായത് ഏഹ് പിന്നെ അവര് ദൂരെ എവിടെയോ പോയിട്ട് തിരിച്ചു വരും ഫ്ലൈറ്റില് വരുന്ന സമയത്ത് ഇതിങ്ങനെ ഇറങ്ങിയിട്ട് സ്റ്റെയർ ഇറങ്ങിയിട്ട് താഴോട്ട് വരുന്ന സമയത്ത് അവിടെ വെള്ളം മറിഞ്ഞു കിടക്കുന്നുണ്ട് പോലും. കുറച്ച് വെള്ളം അവിടെ. അത് കണ്ടപ്പോ ശരിക്കും അത് കണ്ടിട്ടില്ലെങ്കിൽ സ്ലിപ്പായി പോകും ആരെങ്കിലും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവരെ കൂടെ ഒരു കാലിന് കുറച്ച് വയ്യാത്ത ഒരാള് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവരിങ്ങനെ വരുന്നത് എത്താതെ ശ്രദ്ധിച്ചപ്പോ ഇത് കണ്ടപ്പോ കാണുന്ന ആൾക്കാരിൽ അത് മാറി നടക്കുന്നുണ്ട്. അറിയാതെ ഇതായാലും എന്തായാലും സ്ലിപ്പായി പോകും. അതൊന്നും തുടച്ചു മാറ്റാൻ ആരും നോക്കുന്നുമില്ല. അപ്പൊ ഇത്താത്ത എന്താക്കിയെന്ന് വെച്ചാല് കൂടുള്ള ആൾക്കാരെല്ലാം പോയി വരും. ഇത്താത്ത അവിടെ തന്നെ നിന്നിട്ട് എല്ലാരും പോകുന്നവർ പറഞ്ഞു താടെ വെള്ളമുണ്ടേ വെള്ളം പക്ഷെ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ആരെങ്കിലും വഴുതി വീണു പോകുമോ അങ്ങനെയെല്ലാം ആയിട്ട് ഭയങ്കര പേടിയാണ്. അവിടെ നിന്നിട്ട് പറഞ്ഞു ഈ വയ്യാത്ത കാലിന് കുറച്ച് ഇതുള്ള ഒരു മുടന്ന് നടക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. അപ്പം അവര് വരുന്നവരെ വെയിറ്റ് ചെയ്ത് അവരോട് നോക്കണേ ശ്രദ്ധിക്കണേ പിന്നെ സ്ലിപ്പായി പോയ എല്ലാരോടും പറഞ്ഞു. ശരിക്കും വലിയൊരു പ്രതിഫലമുള്ള കാര്യം തന്നെയല്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ കാലത്ത് ആരാ ഇതിനെല്ലാം മെനക്കെടലില്ല. ആരാ അവരവരുടെ കാര്യം നോക്കി അങ്ങ് പോകാന്നല്ലാതെ എവിടെങ്കിലും വെള്ളം കണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടെന്ന് വെച്ചാൽ അത് പിന്നെ ഇതാക്കുന്നവരെ നിക്കോ? ഇല്ല അല്ലെ? ശരിക്കും ഇമാത്തത്തുൽ അദ അനി ത്വരീഖ് ല്ലേ? ശരിക്കും എന്താണ് ഈ ഈമാനിന്റെ ഒരു ശാഖയിൽപ്പെട്ടതാണ്. എല്ലാവർക്കൊന്നും അതിന് സാധിക്കൂല. നമ്മളെല്ലാം പിന്നെന്താ എന്തോ ഒരു വല്ലാത്തൊരു ജീവിതത്തിലല്ലേ? ഒരു വേറെ തന്നെ ഒരു വെറൈറ്റി ലൈഫാണല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് മക്കളും എല്ലാരും തന്നെ പൊതുസമൂഹത്തെ, സഹജീവികളെ ചിന്തിക്കുന്നേയില്ല. സഹജീവികളോട് കാരുണ്യം കാണിക്കാന്ന് പറയുന്നത് ആകാശത്തുള്ളവന്റെ കാരുണ്യം ലഭിക്കാനുള്ള ഒരു കാര്യാന്നല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു മിനിറ്റേ.
അപ്പം ശരിക്കും നമ്മളെ ചുറ്റിലുമുള്ളവരോട് നമുക്ക് എന്തുണ്ടാകണം? ആ ഒരു സഹായ മനസ്ഥിതി എല്ലാ നിലക്കും റബ്ബിന്റെ അടുക്കൽ അത് നമുക്കൊരു സൽക്കർമ്മമായി വിലമതിക്കുന്ന ഒരു ഘനമുള്ള ഒരു നല്ല ഭാരമുള്ള ഒരു കർമ്മമായിട്ട് റബ്ബിന്റെ അടുക്കൽ അത് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ ഒരു വഴി അറിയാതെ ഒരാൾ പ്രയാസപ്പെടുന്നു. വഴി അപ്പോ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ പോലും അതൊരു സ്വർഗം കിട്ടുന്ന ഒരു സൽക്കർമ്മമാണ്. സുബ്ഹാനല്ലാഹ്. ഒരാളെ കയ്യില് നല്ല വെയിറ്റ് ഉള്ള സാധനം ഉണ്ട്, ഒരു ചുമട്, അതൊന്ന് പൊക്കി വാഹനത്തിൽ വെക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമുക്ക് അത് കാണാൻ സാധിക്കും. ചിലപ്പോ ട്രെയിൻ കയറുമ്പോ അല്ലെ, കുറെ ലഗേജ് ഒക്കെ ആയിട്ട് ഒറ്റക്കൊക്കെ ഉണ്ടാവുമ്പോ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കൈ അല്ലെ, ഒരു കൈ കൊടുക്കുക, ഒരു കൈത്താങ്. ഒക്കെ സതൊക്കെയാണ്. ഇതിനൊന്നും പൈസ ചെലവില്ല. ഉണ്ടാ? ഒരു ചെലവുമില്ല. ആവശ്യക്കാരന്റെ ആവശ്യം കണ്ടറിഞ്ഞ് നമ്മളിങ്ങനെ വഴി അറിയാത്ത ഒരാൾ നിൽക്കുന്നു വിചാരിക്കും. ചില ആൾക്കാർക്ക് മടിയായിട്ട് ചോദിക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കാം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അല്ലെ, എന്തെങ്കിലും സഹായം വേണോ? നമ്മൾ ചിരിച്ച് അവര് നല്ലൊരു മനസ്സോടെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനും ചോദിക്കാനും മടി ഉണ്ടാവൂല. നല്ല വാക്ക് പറയാം, നല്ല വാക്ക് സംസാരിക്കാം. ശരിക്കും നല്ല സംസാരം എന്നുള്ളത് പിന്നെ എന്താ പറയാ, ഒരാളോട് അല്ലെ നല്ലത് നല്ലത് പറയാ, സൽസ്വഭാവം, അതെന്താണ് നാളെ പരലോകത്ത് മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു സൽക്കർമ്മമാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ കാൽപാദങ്ങളും ഓരോ കാലടിക്കും ഓരോ സദഖ ചെയ്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. വഴിയിലും നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ, വഴിയിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാന്നുള്ളത്, അതും സദഖയാണ്. പള്ളിയില് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മള് നമ്മള് ഭർത്താക്കന്മാരെ മക്കളെ എല്ലാം പറഞ്ഞയക്കണം. പള്ളിയില് വുളൂ ചെയ്തിട്ട് തന്നെ പറഞ്ഞയക്കുക. അതിന് പ്രതിഫലം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എത്ര അടുത്താണെങ്കിലും ഇന്നും നടന്നിട്ടൊന്നും പോകില്ല അല്ലെ. കുട്ടികളായാലും വലിയ ആൾക്കാരായാലും നടന്നു പോകാനൊക്കെ എല്ലാവർക്കും മടിയാണ്. ഈ പ്രതിഫലങ്ങളൊക്കെ ശരിക്കും നമ്മൾ അറിയാത്തോണ്ടാണല്ലേ, നമുക്ക് ഇതിന്റെ വാല്യൂ അറിയാത്തോണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ വരാത്തത്. എന്ത് കാര്യം നമ്മളിപ്പോഴും ചെറിയ കുട്ടികള് കയ്യിൽ ചോക്ലേറ്റ് കിട്ടിയ പോലെ നമ്മൾ ഈ ദുനിയാവിനെ കൊണ്ട് കളിക്കുന്നത് അല്ലെ. ഒരു കുട്ടീന്റെ അടുത്ത് ഡയമണ്ടിന്റെ ഒരു മോതിരവും നല്ല ഡയറി മിൽക്കിന്റെ ഒരു ചോക്ലേറ്റും പിന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് കൊടുത്ത കുട്ടി ഏതാ എടുക്കാ? കുട്ടി ഡയറി മിൽക്ക് അല്ലേ എടുക്കുക അല്ലെ. കാരണം അവർക്ക് അതാ ഇഷ്ടം, ചോക്ലേറ്റ്. ഡയമണ്ട് എന്ത് ഡയമണ്ട്, ഇത് ഇത്രപാട് വിലയുള്ളതാണ്, ഇത് ഇത്ര വില മതിക്കുന്നതാണെന്നോ ആ കുട്ടിക്ക് അറിയില്ല. ഇതേപോലെ നമ്മൾ ഈ ചോക്ലേറ്റ് ഇപ്പോഴും നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വില മതിക്കുന്ന ഡയമണ്ട് ഒന്നും നമ്മളെ കണ്ണില് അതിനൊരു വിലയില്ല. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ അറിയോ, നമുക്കറിയില്ല, നമ്മളത് അനുഭവിച്ചിട്ടില്ല. കാരണം നമുക്കത് നാളത്തേക്ക് അല്ലാഹു തആല മാറ്റിവെച്ചതാണ്. അതിന്റെ ആസ്വാദനം എന്താണെന്നോ അതിന്റെ വില എന്താണെന്നോ അതിന്റെ മഹത്വം എത്രയാണെന്നോ ഒന്നും നമ്മളെ കയ്യിൽ അതിന്റെ വാല്യൂ ഇല്ല. ഇപ്പൊ നമ്മൾ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഇങ്ങനെ നുണഞ്ഞ് അതിന്റെ ആസ്വാദനം ഇങ്ങനെ അനുഭവിച്ചിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ ഒരാള് സ്വതക്ക ചെയ്യുന്ന അതില് ഏറ്റവും ഹൈറായത് എന്താണ്? ഇപ്പം ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്ന, പിന്നെ വേറെ ഏത് രൂപത്തിലൊക്കെ ചെയ്യുന്ന, അതെന്നാ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സദക്ക ഏതാണെന്നറിയോ? കുടുംബക്കാർക്ക് ചെയ്യുന്ന സദക്കയാണ്. കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളെ മേലെ ബാധ്യതയാണ്. ചില ആൾക്കാരില്ലേ, കുടുംബത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ കൊടുക്കൂല. എന്നിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം പുറമേ ഉള്ള ആൾക്കാർ നല്ലോണം ചെയ്യുന്നുണ്ടാവും. കുടുംബത്തിൽ ചെയ്താൽ എന്താ അറിയോ, കുടുംബത്തിൽ സദക്ക ചെയ്താൽ സദക്ക ചെയ്ത ഒരു പ്രതിഫലമായി കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലം, രണ്ട് പ്രതിഫലമാണ് കിട്ടുന്നത്. കുടുംബത്തിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെ തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം.
ശരിക്കും അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ഭാര്യമാരെ സഹായിക്കുക എന്നുള്ളത് തിരിച്ചങ്ങോട്ടും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ നിലക്കും സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അല്ലെ വീട്ടില് മാവൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആരാ നബി അല്ലെ? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? ലോകത്തിന്റെ പ്രവാചകനാണ് അല്ലെ? എന്നിട്ട് മാവ് കുഴച്ചു കൊടുക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് എന്താണ്? ഏറ്റവും അഫ്ദലാണെന്ന് പറയുന്നത്. അഫ്ദൽ. ശരിക്കും ഒരു ഗ്ലാസ് വെള്ളം തന്റെ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കുന്നത് പോലും ഭയങ്കര പുണ്യമുള്ള കാര്യമാണ് ഹദീസിൽ വന്നിട്ടുണ്ട് അല്ലെ? ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഒരു ഉരുള വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് ഒക്കെ പ്രതിഫലമുള്ള കാര്യമാണ്. ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല അല്ലെ? ഞാൻ മറ്റേ ഇങ്ങനെ ചില സ്പീച്ചിലെല്ലാം കേൾക്കാറുണ്ട്, ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുന്നത് മക്കള് കാണൂല, അടിയാക്കുന്നത് മക്കള് കാണും. സ്നേഹമെല്ലാം ബെഡ്റൂമിലല്ലേ? അങ്ങനെയല്ല, ചിലതൊക്കെ പബ്ലിക്കായിട്ടും ചെയ്യണം എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പബ്ലിക്കായിട്ടും ചെയ്യാം, അതിൽ വിരോധമൊന്നും ഇല്ല. സുബ്ഹാനല്ലാഹ് അല്ലെ? മക്കളൊക്കെ അത് കാണണം. ഇതെപ്പ നോക്കുമ്പോ ഉപ്പയും ഉമ്മയും അടിയാക്കുന്നതാ കാണുന്നത് മക്കള്. പിന്നെ എടേ ഇന്നത്തെ ജനറേഷൻ കല്യാണം കഴിക്കുക അല്ലെ? ഇത് ഇപ്പയും ഉമ്മയും കല്യാണം കഴിച്ചിട്ട് എപ്പോ അടിയാക്കുന്നതല്ലേ മക്കള് കാണുന്നത്. പിന്നെ മക്കള് പറയും നമുക്കൊന്നും കല്യാണം വേണ്ട, കല്യാണം കഴിച്ചിട്ട് എന്തിനാ ഇങ്ങനെ വഴക്ക് കൂടാനാ, തല്ലുകൂടാനാ, അടിപിടിയാക്കാനാ? അല്ല, ഇങ്ങനെയല്ലേ കുട്ടികൾ പറയുന്നത്? ഇപ്പത്തെ ജനറേഷൻ കുട്ടികൾ അങ്ങനെ തന്നെയാ പറയുന്നത്. പലരും പലരും കാണുന്നത് ഇതാണ്, കല്യാണം കഴിച്ചിട്ട് ഭയങ്കര ഭയങ്കര നല്ല ലൈഫൊന്നും അല്ലല്ലോ, ഒരാൾ അടിമയായിട്ട് ജീവിക്കാനല്ലേ, എന്തിനാന്ന് വേണ്ട, നമുക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ജീവിച്ചോളാം. ഇങ്ങനൊക്കെ കുട്ടികൾ ചിന്തിക്കുന്ന എന്താ? ഇതാണ് കാണുന്ന വീടുകളില്. മാറണ്ടേ? നമുക്ക് മാറ്റണ്ടേ നമ്മുടെ ജീവിതം? നമ്മൾ സ്നേഹിക്കുന്നതും ലാളിക്കുന്ന അതിന്റെ ആ ഒരു ആസ്വാദനം, ജീവിതത്തിന്റെ ആസ്വാദനം നമ്മളും ആസ്വദിക്കണം. അത് മക്കൾക്ക് കണ്ടിട്ട് പഠിക്കണം അല്ലെ? അവർക്ക് ആഗ്രഹം വരണം. ഇണ അല്ലെ? അതൊക്കെ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ആ ഒരു രൂപത്തിലേക്ക് ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓരോരോരോ നമ്മൾ നിസ്സാരമായി കാണുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പം പറഞ്ഞ ഓരോ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയട്ടെ. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു വീട്ടിലെന്ന്. അപ്പൊ ആയിഷ ബീവി പറയാന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടില് വീട്ടുകാരെ സഹായിക്കും, എന്നാ നിസ്കാരത്തിന് സമയമായാല് അപ്പൊ പോവും, പള്ളിയിലേക്ക് പോവും. അതുപോലെ വേറൊരു ഹദീസില് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം വൃത്തിയാക്കാറുണ്ട്, ആടിനെ കറക്കാറുണ്ട്, വീട്ടുജോലികളിൽ ചെയ്യും, വസ്ത്രം തുന്നും, ചെരുപ്പ് ശരിയാക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടിട്ട് നിങ്ങളെല്ലാം നിങ്ങളെ ഭർത്താക്കന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങാനല്ല ട്ടോ. കാരണം ഇത് ലേഡീസ് അല്ലേ കേൾക്കുന്നത്. നമ്മൾ നല്ല സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ കഴിയണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യണം നമ്മള്. എന്ത് കാര്യം നമ്മൾ വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന അത് റബ്ബിനോട് നമ്മൾ ചോദിക്കണം. അള്ളാഹു എനിക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ നാഥാ. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിലുണ്ട് അല്ലെ? ഇങ്ങനെ നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, പരസ്പരം സ്നേഹിച്ചും അല്ലെ? ഓരോ സദക്ക, ഇതൊക്കെ സദക്കയാണ്. ആ സദക്കയായിട്ട് തന്നെ അതിനെ ചെയ്യാന്, ആ രീതിയിലേക്ക് ജീവിതം കൊണ്ടുവരാൻ അള്ളാഹുവിനെ സഹായിക്കണേ റഹ്മാനെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ശരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ കൊടുക്കുമ്പോൾ ഭയങ്കര സ്നേഹല്ലേ അല്ലേ? സമ്മാനങ്ങൾ കൈമാറുക, ഹദിയകൾ കൊടുക്കുക അല്ലെ? സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ പരസ്പരം കൊടുക്കുമ്പോൾ, അയൽവക്കത്തായാലും ഫ്രണ്ട്സിനായാലും പരിചയത്തിലുള്ളവർക്കായാലും എന്തെങ്കിലും
ഒരു ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോ ശരിക്കും ആ ഒരു ഭയങ്കര സ്നേഹം വർദ്ധിക്കില്ലല്ലേ? സുബ്ഹാനല്ലാഹ്. എങ്ങനെ ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അതുപോലെ ധാരാളമായി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാം. ഇതും സദഖയാണ്. പാപമോചനം തേടൽ. ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങൾ പറഞ്ഞ ഒരുപാടുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു പ്രതിഫലം കൂടിയുണ്ട് ഇസ്തിഗ്ഫാറിന്. സുബ്ഹാനല്ലാഹ്. അതുപോലെ വഴി അറിയാതെ വഴി അന്വേഷിക്കുന്ന ആൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക. കാഴ്ചയില്ലാത്ത ഒരാളെ നമ്മളെ സഹായിക്കുക. അന്ധനായ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക. അതും പ്രതിഫലമുള്ള കാര്യമാണ്. സദഖയാണ്. അതുപോലെ കേൾക്കാത്ത ആളുകള്, സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാര് അങ്ങനൊക്കെ ഉണ്ടല്ലോ അല്ലെ? അവർക്കെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്നും പൈസന്റെ ആവശ്യം കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വിശ്വാസികളല്ലാത്ത ആളുകളുണ്ട് ല്ലേ? ഇങ്ങനത്തെ കുറേ നല്ല നല്ല സേവന പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, ഭയങ്കരമായ ചാരിറ്റി മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവര് എല്ലാവരും മുസ്ലിംസ് അല്ല, ഇസ്ലാമിലുള്ളവരല്ല, വിശ്വാസികളല്ലാത്ത കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും സ്വീകരിക്കും അള്ളാന്റെ അടുത്ത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് റബ്ബിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നിബന്ധനകളുണ്ട്. രണ്ടേ രണ്ട് നിബന്ധനകളാണ് ഏതൊരു കർമ്മവും അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാനുള്ള രണ്ടേ രണ്ട് നിബന്ധനകൾ. അത് നമ്മൾ എല്ലാ വിഷയത്തിലും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്താ പറയുന്നത്? ഒന്ന് തൗഹീദ് അല്ലെ? നമ്മള് റബ്ബിന് വേണ്ടി മാത്രം എന്നുള്ള മുവഹിദായിക്കൊണ്ടായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി എന്നുള്ള നല്ല നീയത്തോടു കൂടി, ഇഖ്ലാസോടു കൂടിയായിരിക്കണം. അള്ളാഹുവിന്റെ, അതായത് നമ്മള് അല്ലെ അഹ്സന അമല, ഒരു അമല് അഹ്സന അമല ആകണമെങ്കിൽ അതിന് എന്ത് വേണം? പ്രമാണങ്ങളുടെ പിൻബലം വേണം. നമുക്ക് തോന്നിയത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന്റെ കൽപ്പന അതിലുണ്ടാകണം അല്ലെ? അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നുള്ള ആ ഒരു ഇഖ്ലാസും നമ്മൾ കൊണ്ടുവരണം. ആ തൗഹീദിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടിയുള്ള സൽക്കർമ്മങ്ങളെ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആനിൽ ഇബാദത്ത് എന്ന് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം തൗഹീദാണ്. എന്നാൽ എന്ന് പറഞ്ഞാല് ഒരാളിൽ നിന്ന് അയാളുടെ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ എന്തുണ്ടാകണം? അവന് തൗഹീദ് ഉണ്ടാവല് നിർബന്ധാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളൊക്കെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അല്ലെ? പക്ഷെ അവരുടെ പ്രശ്നം എന്താ? അവര് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ള ബിംബങ്ങളെയും എല്ലാം അല്ലെ, ഒരുപാട് വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ നല്ല കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികൾ പോലും എന്താക്കിയില്ല? അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്നതായില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ കാര്യങ്ങള് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയും ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരാൻ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും സദഖ എന്ന ആ ഒരു നിയത്തോടു കൂടി ഈ കർമ്മങ്ങളെയൊക്കെ നന്നാക്കാൻ അല്ലെ, ഒരുപാട് സമ്പത്തില്ലാതെ തന്നെ ഒരുപാട് സദഖ ചെയ്ത പ്രതിഫലം നേടാൻ നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب